ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. ഓണായിട്ട് പൂക്കൾ ഇടണ്ടേ? ഇന്നലെ ഒരു അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ ഒരാൾ കുറച്ച് പൂക്കൾ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കിലോ പൂക്കൾ മിക്സ് മേടിച്ചു. ഇപ്പം അതിൻ്റെ എല്ലാം തണ്ടെല്ലാം കഴിഞ്ഞ് എല്ലാ കളേഴ്സും സെപ്പറേറ്റ് ആയി വെച്ചാൽ ഈസിലായിട്ട് നമുക്ക് പൂക്കൾ ഇടല്ല. ഒറ്റക്ക് ഇടണ്ട്, അതാണ് ഒരു മടി. ഇപ്പം സെൻറ്റർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഈ റോസാ പൂക്കൾ കണ്ടത്. അപ്പോൾ ഞാൻ ചുവന്ന കളർ ആദ്യം സെൻറ്ററിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ, ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ തുടങ്ങിയത് റോസാപ്പൂക്കൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ചുവന്ന കളർ വെച്ച ശേഷം പിന്നെ അതിനൊരു ബോർഡർ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതാണ് എൻ്റെ അടുക്ക വെള്ളപ്പൂ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊരു ബോർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തത് എന്താ, വെള്ളപ്പൂക്കൾ വെച്ചിട്ടൊരു ബോർഡർ ആക്കി. ആദ്യം എൻ്റെ മനസ്സിലുണ്ടായത് ഈ അതിലൊന്നും സെപ്പറേറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് പൂ വെച്ചാലോന്ന്. പക്ഷെ അങ്ങനെ വെക്കുമ്പം ഇങ്ങനെ പൊന്തി നിൽക്കൂലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോട്ടെ, ഏതായാലും പൂക്കളിടണം, അപ്പം നല്ല മര്യാദക്ക് ഇടാം. അപ്പം എല്ലാം അതിൽ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഡിസൈനൊന്നും മനസ്സിലുണ്ടായിട്ടാ. ഒന്നാമത് എന്നാ പറയണ്ട്, ഈ ടൈലിൻ്റെ മുകളിൽ വരയ്ക്കാൻ എടുക്കുക ചോക്കില്ല. പിന്നെ വെള്ള ടൈലായതുകൊണ്ട് ചോക്ക് വരച്ചാലൊന്നും കാണുമില്ല. പിന്നെ വേറെ ഏതെങ്കിലും പെന്ന് വെച്ച് വരച്ചാൽ പിന്നെ ചിലപ്പോൾ ആ കളർ പോയില്ലെങ്കിലോ വിചാരിച്ചിട്ട് അന്നേരം ഏത് ഡിസൈനാണ് തോന്നുന്നത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പം ഈ രണ്ടും കൂടി കളർ ഓറഞ്ചും മഞ്ഞയും വെച്ച ശേഷം അതിനൊരു ബോർഡർ കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഈ വയലറ്റ് പൂ വെച്ചിട്ട് ഒരു ബോർഡർ ആക്കി. പിന്നെ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഷേപ്പൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് സ്കെയിൽ വെച്ചിട്ട് ഞാൻ കുറച്ചെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പൂക്കൾ കുറേ ഉണ്ടായിനി, പക്ഷേ എങ്ങനെ യൂസ് ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അത് കളയാനും കഴിയില്ല. ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചതല്ലേ. അന്നേരം ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒന്ന് സർക്കിൾ തന്നെ ആക്കി വെച്ചാലോ എന്ന്. അപ്പോൾ ഒന്നിൻ്റെ പിറകെ ഒന്ന് ബോർഡർ കൊടുത്തിട്ട് ഇത്ര പോലെ ആക്കിയെടുത്തു. പിന്നെ അടുക്ക് നിങ്ങൾക്ക് കാണുന്നില്ല അവിടെ വയലറ്റ് പൂക്കൾ, വാടാർമല്ലി, അത് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് എടുത്തതാണ്. പിന്നെ അവസാനം കുറച്ച് പൂക്കൾ ഉണ്ടായിനി. അപ്പോൾ അത് എവിടെയാണ് വെക്കേണ്ടത് ഒരു പിടുത്തമില്ലാത്തതുകൊണ്ട് ആ 2-3 കളർ എല്ലാം കൂടി ഞാൻ അതിൽ സെപ്പറേറ്റ് ചെയ്ത് അത് മിക്സ് ചെയ്ത് ഇങ്ങനെ ബോർഡർ ആക്കി കൊടുത്തിട്ട് പിന്നെ ബാക്കി കുറച്ച് റോസാപ്പൂക്കൾ ഉണ്ടായി, അതെല്ലാം ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തു. ബാക്കിയെല്ലാവരും ചെയ്യുന്ന പോലെ വലിയ ഡിസൈനൊന്നുമല്ല, സാധാരണ ഒരു സിമ്പിൾ ഡിസൈനാണ്. എങ്ങനെയുണ്ട് എന്നോട് കമൻസിൽ പറയണേ. എല്ലാവർക്കും ഓണാശംസകൾ.